നമസ്കാരം, മീഡിയ ഫോർ വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ അമൃത. ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ലക്ഷ്മി ഗോൾഡ്, ഉങ്ങിച്ചോട്, ചെറുശ്ശേരി. ഫോൺ 9539080053. ചേർപ്പ് പെരുവനം മേക്കാവ് ഭഗവതി ക്ഷേത്രത്തിൽ കാർത്തികവേല ഭക്തി നിർഭരമായി ആഘോഷിച്ചു. ബുധനാഴ്ച ക്ഷേത്രത്തിലേക്ക് വിവിധ ദേശക്കാരുടെ വേലവരവ് നടന്നു. പാർലം കൃഷിഭവന്റെ ആഭിമുഖ്യത്തിൽ സപ്ലൈകോ ഓഫീസറുടെയും പാടശേഖര സമിതി അംഗങ്ങളുടെയും യോഗം ചേർന്നു. കോടന്നൂർ കമ്മ്യൂണിറ്റി ഹാളിലായിരുന്നു യോഗം. പെരിങ്ങോട്ടുകര താനും സെന്റ് പീറ്റേഴ്സ് പള്ളിയിൽ വിശുദ്ധ സെബസ്ത്യാനോസിന്റെയും ഇടവക മധ്യസ്ഥനായ വിശുദ്ധ പത്രോസിന്റെയും പരിശുദ്ധ കന്യക മറിയത്തിന്റെയും സംയുക്ത തിരുനാൾ വിപുലമായി ആഘോഷിക്കും. വാർത്തകൾ വിശദമായി. ചേർപ്പ് പെരുവനം മേക്കാവ് ഭഗവതി ക്ഷേത്രത്തിൽ കാർത്തികവേല ഭക്തി നിർഭരമായി ആഘോഷിച്ചു. ബുധനാഴ്ച ക്ഷേത്രത്തിലേക്ക് വിവിധ ദേശക്കാരുടെ വേലവരവ് നടന്നു. നിരവധി ഭക്തരാണ് കാർത്തികവേല ആഘോഷിക്കാൻ ക്ഷേത്രത്തിലെത്തിയത്. രാവിലെ മുതൽ വിവിധ ദേശക്കാരുടെ വേലവരവിന് തുടക്കമായി. 11 ദേശങ്ങളിൽ നിന്നുള്ള വേലവരവാണ് നടന്നത്. പൂത്തറയ്ക്കൽ, ചൊവ്വൂർ, മുത്തുള്ളിയാൽ, തെക്കുംപാടം, ശങ്കരമംഗലം, വെങ്ങിണിശ്ശേരി, പണ്ടാരച്ചിറ, ചെറുവത്തേരി, ചേന്നംകുളങ്ങര, അമ്മാടം, പെരുവനം എന്നീ ദേശങ്ങളിൽ നിന്നാണ് വേലവരവ് നടന്നത്. വാദ്യമേളങ്ങളോടെ അകമ്പടിയോടെ നടന്ന വേലവരവിനെ കുതിരകളി, വിവിധ കലാരൂപങ്ങൾ എന്നിവ വർണ്ണാഭമാക്കി. കൃഷിഭവന്റെ ആഭിമുഖ്യത്തിൽ സപ്ലൈകോ ഓഫീസറുടെയും പാടശേഖര സമിതി അംഗങ്ങളുടെയും യോഗം ചേർന്നു. കോടന്നൂർ കമ്മ്യൂണിറ്റി ഹാളിലായിരുന്നു യോഗം. കൊയ്ത്തിന് മുന്നോടിയായി പാടശേഖര സമിതി അംഗങ്ങളുടെ സംശയങ്ങൾ യോഗത്തിൽ ചർച്ച ചെയ്തു. ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പരിഹരിക്കാൻ യോഗം സപ്ലൈകോ ഓഫീസറോട് ആവശ്യപ്പെട്ടു. പാറളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അനിത പ്രസന്നൻ, വൈസ് പ്രസിഡന്റ് മനോജ് അയ്യപ്പത്ത്, സപ്ലൈകോ ഓഫീസർ നിജു, പാറളം കൃഷി ഓഫീസർ DT എന്നിവർ യോഗത്തിൽ പങ്കെടുത്തു. കൃഷിക്കാരുടെ മെയിനായിട്ടുള്ളൊരു പ്രോബ്ലം നെല്ല് പൊതുവെ മോയ്സ്ചർ മെഷീൻ, അത് വ്യത്യാസം വരുമ്പോൾ തന്നെ നമ്മുടെ കർഷകർക്ക് വലിയൊരു അടിയാണ് കിട്ടുന്നത്. അപ്പോൾ അത് മാറ്റാനുള്ള സംവിധാനം നിങ്ങളിൽ നിന്ന് തന്നെ നിങ്ങളൊരു സജഷൻ പറഞ്ഞു. കാരണം നമുക്ക് കൃഷി ഓഫീസുമായി ബന്ധപ്പെട്ട് ഒരു മോയ്സ്ചർ മെഷീൻ വെക്കേണ്ട ഒരു സംവിധാനത്തിലേക്ക് കിടക്കാം. അത് നല്ലൊരു സജഷനാണ്. പിന്നെ അവർ കൊണ്ടുവരുന്നത് മാത്രം അത് ഡിപ്പെൻഡ് ചെയ്തതുകൊണ്ട് കാര്യമില്ല എന്നാണ് കർഷകരിൽ നിന്ന് നമുക്ക് അറിയാനായിട്ട്. ഓക്കെ, അപ്പോൾ ജോയിൻറ്റ് ഇൻസ്പെക്ഷൻ വയ്ക്കാനാണ് അവർ പറയുന്നത്. എന്തായാലും നമ്മളിത് കൊയ്ത് വെച്ച് കഴിഞ്ഞാൽ ഓരോ കർഷകരുടെ ഉള്ളിൽ തീയാണ്. കാരണം മഴ എപ്പോഴാണ് വേണമെന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ ഈ ഒരു ഡിലേ പാടശേഖരങ്ങളിൽ കൊയ്ത് വെച്ച് നെല്ല് കയറ്റിക്കൊണ്ട് പോകുന്നത് വരാതിരിക്കാനുള്ള സംവിധാനം സപ്ലൈയുടെ ഭാഗത്ത് എന്തായാലും ഉണ്ടാവണം എന്ന് തന്നെയാണ് നമുക്ക് പറയാനുള്ളത്. പിന്നെ ഇതുമായി ബന്ധപ്പെട്ട് വേറെ കുറച്ച് കാര്യങ്ങൾ, യൂണിയൻകാരെ ഇതും പാടങ്ങളിൽ വരുന്ന ഒരു ഇഷ്യൂ ആണെന്നാണ് അന്ന് റിപ്പോർട്ട് ചെയ്തത്. അപ്പോൾ യൂണിയൻകാർ തമ്മിൽ ഇത് കയറ്റിക്കൊണ്ടു പോകുന്നതിനുള്ള കൂലിയിലുള്ള തർക്കം അത് നമ്മൾ അടുത്ത ദിവസങ്ങളിൽ തന്നെ എന്ന് വെച്ചാൽ അഞ്ച് വൈകില്ല 2 ദിവസത്തിനുള്ളിൽ കൃഷി ഓഫീസറുമായിട്ട് അത് സംസാരിച്ചിട്ടുണ്ട്. അവർക്ക് ലീഡേഴ്സിനെ വിളിച്ചിട്ട് അവിടെയും നമുക്കൊരു യൂണിറ്റ് ഉണ്ടാക്കണം. പെരിങ്ങോട്ടുകര താനും സെന്റ് പീറ്റേഴ്സ് പള്ളിയിൽ വിശുദ്ധ സെബസ്ത്യാനോസിന്റെയും ഇടവക മധ്യസ്ഥനായ വിശുദ്ധ പത്രോസിന്റെയും പരിശുദ്ധ കന്യക മറിയത്തിന്റെയും സംയുക്ത തിരുനാൾ വിപുലമായി ആഘോഷിക്കും. ഈ മാസം 30, 31, ഫെബ്രുവരി 1 തീയതികളിലാണ് തിരുനാൾ ആഘോഷിക്കുക. വ്യാഴാഴ്ച വൈകിട്ട് ദീപാലങ്കാരം സ്വിച്ച് ഓൺ കർമ്മം നടക്കുമെന്ന് ഇടവക വികാരി ഫാദർ ടെഡ്സ് കുന്നപ്പിള്ളി വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. 2026 ജനുവരി 23 തീയതി തിരുനാളിനെ കൊടിയേറി തുടർന്നു വരുന്ന ദിവസങ്ങളിൽ വൈകിട്ട് 5:30 നവനാളോടുകൂടി വിശുദ്ധ തിരുകർമ്മങ്ങൾ നമ്മൾ നടത്തുന്നു. 2026 ജനുവരി 29 തീയതി വ്യാഴാഴ്ച വൈകിട്ട് കുർബാനയ്ക്ക് ശേഷം പള്ളിയുടെ ദീപാലങ്കാരം സ്വിച്ച് ഓൺ കർമ്മം നിർവഹിക്കുന്നതായിരിക്കും. 2026 ജനുവരി 30 വെള്ളിയാഴ്ചയാണ് അമ്പ് പ്രദക്ഷിണം നമ്മൾ ആഘോഷിക്കുന്നത്. രാവിലെ 6:30 വിശുദ്ധ കുർബാന,
അതിനുശേഷം തിരുനാൾ കൂടുതുറക്കൽ ചടങ്ങുണ്ടായിരിക്കും. 9 മണിക്ക് പള്ളിയിൽ നിന്നും ഭവനങ്ങളിലേക്ക് അമ്പ് പ്രദക്ഷിണം പുറപ്പെടുന്നു. വൈകിട്ട് 6 മണിക്ക് തൃപ്രയാർ കിഴക്കേ നടയിൽ നിന്നും പള്ളിയിലേക്ക് തിരിച്ച് അമ്പ പ്രദക്ഷിണം നമ്മൾ എത്തുന്നു. 10 മണിയോടുകൂടി പള്ളിയിലെ അമ്പ പ്രദക്ഷിണം സമാപിക്കും. 30 വെള്ളിയാഴ്ച രാവിലെ 6:30 തിരുസ്വരൂപങ്ങളുടെ എഴുന്നള്ളിപ്പ് നടക്കും. തുടർന്ന് വീടുകളിലേക്ക് അമ്പെഴുന്നള്ളിപ്പിന് തുടക്കമാകും. വൈകിട്ട് തൃപ്രയാർ കിഴക്കേ നടയിൽ നിന്ന് പള്ളിയിലേക്ക് അമ്പ് പ്രദക്ഷിണം നടക്കും. 31 ശനിയാഴ്ച രാവിലെ 7 മണിക്ക് പ്രസുതേന്തി വാഴ്ച. വൈകിട്ട് 7 മണിക്ക് ഇടവകയിലെ യുവജനങ്ങളും KCYM സംഘടനയും പ്രവാസികളും സംഘടിപ്പിക്കുന്ന കൊച്ചിൻ കലാഭവന്റെ ഗാനമേള അരങ്ങേറും. തിരുനാൾ ദിനമായ ഫെബ്രുവരി 1 ഞായറാഴ്ച രാവിലെ 9:30 ആഘോഷമായി തിരുനാൾ പാട്ടുകുർബാനയ്ക്ക് തൃശൂർ അതിരൂപത ചിൽഡ്രൻസ് മിനിസ്ട്രി ഡയറക്ടർ ഫാദർ പോൾ മുട്ടത്ത് മുഖ്യ കാർമ്മികത്വം വഹിക്കും. തൃശൂർ ലൂർദ് പള്ളിയിലെ നവവൈദികൻ ഫാദർ നോർബർട്ട് കവലക്കാട്ട് തിരുനാൾ സന്ദേശം നൽകും. വൈകിട്ട് 4:30 വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം പ്രദക്ഷിണം, ബാൻഡ് മേളം എന്നിവയും ഉണ്ടായിരിക്കും. ഇടവക വികാരിക്കൊപ്പം ജനറൽ കൺവീനർ പ്രതീഷ് ജോസ്, പബ്ലിസിറ്റി കൺവീനർ ബെന്നി തട്ടിൽ, PRO നിൻജോ ജോസ് എന്നിവരും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. കഴിഞ്ഞ സംസ്ഥാന സ്കൂൾ കലോത്സവം ഹൈസ്കൂൾ വിഭാഗം ഹിന്ദി പ്രസംഗ മത്സരത്തിൽ A ഗ്രേഡ് നേടിയ ഗൗരി P ജ്യോതിഷിന് ആദരം. പെരിങ്ങോട്ടുകര കൾച്ചറൽ ആൻഡ് ചാരിറ്റബിൾ സൊസൈറ്റിയാണ് കുട്ടിയെ ആദരിച്ചത്. ഗൗരി P ജ്യോതിഷിനെ വീട്ടിലെത്തിയാണ് പെരിങ്ങോട്ടുകര കൾച്ചറൽ ആൻഡ് ചാരിറ്റബിൾ സൊസൈറ്റി പ്രവർത്തകർ ആദരിച്ചത്. പെരിങ്ങോട്ടുകര കൾച്ചറൽ ആൻഡ് ചാരിറ്റബിൾ സൊസൈറ്റി പ്രസിഡന്റ് ആൻഡോ തൊറയൻ ആദര ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. അപ്പോൾ നമുക്കറിയാം, ഒരു വിദ്യ അഭ്യസിച്ച് അല്ലെങ്കിൽ ആ വിദ്യ അഭ്യസിക്കുന്നതോട് കൂടി തന്നെ അതിൻ്റെ കലാ പ്രവർത്തനങ്ങളിലും അല്ലെങ്കിൽ സാഹിത്യ പ്രവർത്തനങ്ങളിലും പ്രസംഗ മത്സരങ്ങളൊക്കെ തന്നെ ഒരു നാടിന്, ഇപ്പോൾ ഒരു നാടിന് ആവശ്യം രാഷ്ട്രീയക്കാരെ മാത്രമല്ല, ആ രാഷ്ട്രീയം കൊണ്ടുനടക്കാൻ നല്ല വ്യക്തിത്വങ്ങളെയും അതിന് ആവശ്യമാണ്. അതിന് ഉതകുന്ന രീതിയിലാണ് നമുക്കിപ്പോൾ ഹിന്ദി പ്രസംഗം, നമുക്ക് നമ്മുടെ രാഷ്ട്രഭാഷയാണ്. ഇന്നിവിടെ ഏറ്റവും കൂടുതൽ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ഭാഷയായി മാറിക്കൊണ്ടിരിക്കുകയാണ് ഹിന്ദിയൊക്കെ. കാരണം അന്യസംസ്ഥാന തൊഴിലാളികൾ ഇവിടെ വരുമ്പോൾ പെരുമാറേണ്ട കാര്യങ്ങളൊക്കെ തന്നെ ഈ ഹിന്ദി ഭാഷയിലാണ്. പക്ഷേ എന്നിരുന്നാൽ പോലും ഗൗരിയുടെ ഈ അവാർഡ് നേട്ടത്തിന് എല്ലാവിധ അഭിനന്ദനങ്ങളും നേരുന്നു. എനിക്ക് സൂചിപ്പിക്കാനുള്ളത്, നമ്മുടെ വ്യക്തി ജീവിതത്തിൽ നമ്മൾ എത്ര ഉന്നതിയിലെത്തിയാലും നമ്മൾ വളർത്തി വലുതാക്കിയ മാതാപിതാക്കളെ ഒരിക്കലും കൈവിടരുത്. നമ്മുടെ കാലഘട്ടത്തിനനുസരിച്ച് ഒരുപാട് ആളുകൾ ആ രീതിയിലേക്കാണ് മുന്നോട്ട് പോകുന്നത്. അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായി നല്ല രീതിയിൽ മാതാപിതാക്കളോട് ഒത്തുചേർന്ന് ഇപ്പം അവരൊക്കെ ഒരുപാട് കഷ്ടപ്പെട്ടുകൊണ്ടാണ് അല്ലേ. ട്രഷറർ പ്രമോദ് കണിമംഗലത്ത് അധ്യക്ഷനായി. പോൾ പുലിക്കോട്ടിൽ, ജഗദീഷ് രാജവാളമുക്ക്, ഹരിദാസ് ചെമ്മാപ്പിള്ളി, ജനാർദ്ദനൻ, റിജു കണക്കന്തറ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. വാടാനപ്പള്ളി നടുവിൽക്കരയിൽ പുതുവത്സര ആഘോഷത്തിനോടനുബന്ധിച്ചുള്ള DJ പരിപാടിക്കിടെ യുവാവിനെ മർദ്ദിച്ച കേസിൽ 5 പ്രതികൾ കൂടി അറസ്റ്റിൽ. 16 പ്രതികളുള്ള കേസിൽ 3 പ്രതികൾ നേരത്തെ പിടിയിലായിരുന്നു. ഡിസംബർ 31 രാത്രി 11:45 നടുവിൽക്കര മായാനദി റിസോർട്ടിലാണ് സംഭവം നടന്നത്. രാത്രി 8 മണി മുതൽ റിസോർട്ടിൽ DJ പാർട്ടി സംഘടിപ്പിച്ചിരുന്നു. മുറ്റിച്ചൂരിലെ ഇവന്റ് മാനേജ്മെന്റ് സ്ഥാപനത്തിന്റെ നേതൃത്വത്തിലാണ് പരിപാടി സംഘടിപ്പിച്ചത്. മദ്യം, ഭക്ഷണം ഉൾപ്പെടെ വിവിധ നിരക്കുകളിലാണ് പാസ് വിതരണം ചെയ്തത്. കപ്പിൾ പാസ് മുഖേന ഒല്ലൂർ തൈക്കാട്ടുശ്ശേരി സ്വദേശിയായ യുവാവും സുഹൃത്തായ യുവതിയും പരിപാടിയിൽ പങ്കെടുത്തു. എന്നാൽ ഭക്ഷണവും മദ്യവും ലഭിക്കാത്തതിനെ ഇരുവരും സംഘാടകരെ ചോദ്യം ചെയ്തു. ഇതിൽ പ്രകോപിതരായ സംഘാടകർ യുവാവിനെ ആക്രമിച്ചു പരിക്കേൽപ്പിക്കുകയായിരുന്നു. കേസിൽ 16 പ്രതികളാണുള്ളത്. തളിക്കുളം പുളിയംതുരുത്ത് സ്വദേശികളായ മോങ്ങാടി വീട്ടിൽ ബാബുട്ടൻ എന്ന ലെനീഷ്, മോങ്ങാടി വീട്ടിൽ സുമിത്ത്, കോഴിക്കോട് വീട്ടിൽ പ്രദീപ്, വാടാനപ്പള്ളി നടുവിൽക്കര സ്വദേശി പേഴി വീട്ടിൽ വിജീഷ്, വാടാനപ്പള്ളി കുന്നത്ത് ജംഗ്ഷൻ പള്ളിത്തോട്ടുങ്ങൽ വീട്ടിൽ കുണു എന്ന ഫൈസൽ എന്നിവരാണ് അറസ്റ്റിലായത്. തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി B കൃഷ്ണകുമാറിന്റെ നേതൃത്വത്തിൽ കൊടുങ്ങല്ലൂർ DYSP PC ബിജുകുമാർ, വാടാനപ്പള്ളി SHO NB ഷൈജു, SI VJ വിനീത് എന്നിവർ ഉൾപ്പെട്ട അന്വേഷണ സംഘമാണ് പ്രതികളെ പിടികൂടിയത്. സംഘാടകരായ 16 പ്രതികൾ പോലീസിന്റെ ആജ്ഞ ലംഘിച്ച് സംഘം ചേർന്ന് ക്രമസമാധാന പ്രശ്നം ഉണ്ടാക്കുന്ന രീതിയിൽ പ്രവർത്തിച്ചതിന് വാടാനപ്പള്ളി പോലീസ് മറ്റൊരു കേസും എടുത്തിരുന്നു. അറസ്റ്റിലായ പ്രതികളെ കോടതി റിമാൻഡ് ചെയ്തു. പെരിഞ്ഞനത്ത് CPM ബ്രാഞ്ച് കമ്മിറ്റി ഓഫീസിന് നേർക്ക് ആക്രമണം. VKG ബ്രാഞ്ച് ഓഫീസാണ് ആക്രമിക്കപ്പെട്ടത്. കൊറ്റംകുളം വാട്ടർ ടാങ്കിന് സമീപത്തെ ഓഫീസിന് നേർക്ക് കഴിഞ്ഞ ദിവസം രാത്രിയിലായിരുന്നു ആക്രമണം. ഓഫീസിൽ അതിക്രമിച്ചു കയറിയവർ ഫർണിച്ചറുകളും മറ്റും നശിപ്പിച്ചു. കസേരകൾ സമീപത്തെ പറമ്പിലേക്ക് വലിച്ചെറിഞ്ഞ നിലയിലാണ്. കയ്പമംഗലം പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചു. വിരലടയാള വിദഗ്ധരും ഫോറൻസിക് വിഭാഗവും സ്ഥലത്തെത്തി തെളിവുകൾ ശേഖരിച്ചു.
കയ്പമംഗലം ഗ്രാമദീപം വായനശാലയുടെ ആഭിമുഖ്യത്തിൽ അക്ഷരക്കരോൾ സംഘടിപ്പിച്ചു. സംസ്ഥാന ലൈബ്രറി കൗൺസിൽ അംഗം PN ദേവിപ്രസാദ് ഉദ്ഘാടനം ചെയ്തു. വായനശാല പ്രസിഡന്റ് CJ പോൾസൺ, സെക്രട്ടറി KA ബൈജു എന്നിവർ സംസാരിച്ചു. തുടർന്ന് കരോൾ, അക്ഷരഗീതങ്ങൾ, നവോത്ഥാന നായകന്മാരുടെയും സ്വാതന്ത്ര്യസമര സേനാനികളുടെയും ചിത്രങ്ങൾ പതിച്ച പ്ലക്കാർഡുകൾ, ഭരണഘടനയുടെ ആമുഖം, വർണ്ണബലൂണുകൾ എന്നിവയോടെ വായനശാല പ്രദേശത്തെ വീടുകളിൽ സന്ദർശനം നടത്തി. ബാലവേദി കുട്ടികൾ, വായനശാല എക്സിക്യൂട്ടീവ് അംഗങ്ങൾ, വായനശാല പ്രവർത്തകർ എന്നിവർ കരോളിൽ പങ്കെടുത്തു. വായനശാല എക്സിക്യൂട്ടീവ് അംഗങ്ങളായ വനജ ശിവരാമൻ, KB മനോജ്, രമ്യ ശ്രീജിത്ത്, ലൈബ്രറിയൻ ഷൈജി, ജ്യോതിഷ് എന്നിവർ പരിപാടിക്ക് നേതൃത്വം നൽകി. എടത്തിരുത്തിയിൽ സർദാർ ഗോപാലകൃഷ്ണന്റെ 76ാം രക്തസാക്ഷിത്വ ദിനം ആചരിച്ചു. CPM, CPI എന്നീ പാർട്ടികളുടെ സംയുക്ത ആഭിമുഖ്യത്തിലാണ് സർദാർ ദിനം ആചരിച്ചത്. ഇടമുട്ടത്ത് നിന്ന് നൂറുകണക്കിന് പ്രവർത്തകർ അണിനിരന്ന പ്രകടനം പുളിഞ്ചോട് സെന്ററിൽ സമാപിച്ചു. തുടർന്ന് നടന്ന പൊതുസമ്മേളനം CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം MV ജയരാജൻ ഉദ്ഘാടനം ചെയ്തു. സംഘാടക സമിതി ചെയർമാൻ PK ഷാജു അധ്യക്ഷനായി. CPI സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം KK വത്സരാജ, ET ടൈസൺ MLA, CPM നാട്ടിക ഏരിയ സെക്രട്ടറി MA ഹാരിസ് ബാബു, അഡ്വക്കേറ്റ് VK ജ്യോതി പ്രകാശ്, KA വിശ്വംഭരൻ, TS മധുസൂദനൻ, AV സതീഷ്, ഷീന വിശ്വൻ, TP രഘുനാഥ്, എടത്തിരുത്തി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബൈന പ്രദീപ്, CB അബ്ദുൽ സമദ് എന്നിവർ സംസാരിച്ചു. വെങ്ങിണിശ്ശേരി ഐക്കുന്ന് പാണ്ഡവഗിരി ദേവി ക്ഷേത്രത്തിൽ മകരമാസത്തിലെ മംഗല്യസിദ്ധി പൂജ ഫെബ്രുവരി 1 ഞായറാഴ്ച നടക്കും. മംഗല്യവരതയും അഭീഷ്ടവരദായിനിയുമായ ഐക്കുന്ന് പാണ്ഡവഗിരി ദേവിക്ക് മകരമാസത്തിലെ പൂയം നക്ഷത്രത്തിലുള്ളതാണ് മംഗല്യസിദ്ധി പൂജ. കൂടാതെ നെടുമംഗല്യ പൂജ, സർവൈശ്വര്യ പൂജ, ഐക്യമത്യ പൂജ, ഭൂമി പൂജ തുടങ്ങിയ മറ്റ് വിശേഷ പൂജകളും ഫെബ്രുവരി 1 നടക്കും. ഞായറാഴ്ച രാവിലെ 10:30 ക്ഷേത്രം തന്ത്രി വടക്കേടത്ത് പെരുമ്പടപ്പിൽ ഹരി നമ്പൂതിരി ചടങ്ങുകൾക്ക് മുഖ്യ കാർമ്മികനാകും. ഉച്ചയ്ക്ക് 12:30 അമൃത ഭോജനവും നടക്കും. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടുക 9746277702 അല്ലെങ്കിൽ 9447991586. ഇനി ഇന്നത്തെ സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് തെക്കിനിയത്ത് ജ്വല്ലേഴ്സ്, ആര്യരത്ന ആർക്കേഡ് ജംഗ്ഷൻ, തൈക്കാട്ടുശ്ശേരി. സ്വർണം ഗ്രാമിന് 15,315 രൂപ, പവന് 1,22,520 രൂപ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ലക്ഷ്മി ഗോൾഡ്, ഉങ്ങിച്ചോട്, ചെറുശ്ശേരി. ഫോൺ 9539080053. ചേർപ്പ് പെരുവനം മേക്കാവ് ഭഗവതി ക്ഷേത്രത്തിൽ കാർത്തികവേല ഭക്തി നിർഭരമായി ആഘോഷിച്ചു. ബുധനാഴ്ച ക്ഷേത്രത്തിലേക്ക് വിവിധ ദേശക്കാരുടെ വേലവരവ് നടന്നു. പാർലം കൃഷിഭവന്റെ ആഭിമുഖ്യത്തിൽ സപ്ലൈകോ ഓഫീസറുടെയും പാടശേഖര സമിതി അംഗങ്ങളുടെയും യോഗം ചേർന്നു. കോടന്നൂർ കമ്മ്യൂണിറ്റി ഹാളിലായിരുന്നു യോഗം. പെരിങ്ങോട്ടുകര താനും സെന്റ് പീറ്റേഴ്സ് പള്ളിയിൽ വിശുദ്ധ സെബസ്ത്യാനോസിന്റെയും ഇടവക മധ്യസ്ഥനായ വിശുദ്ധ പത്രോസിന്റെയും പരിശുദ്ധ കന്യക മറിയത്തിന്റെയും സംയുക്ത തിരുനാൾ വിപുലമായി ആഘോഷിക്കും. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം.